കൊച്ചിയിൽ IT ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനും സുഹൃത്തുക്കൾക്കുമെതിരെ കേസ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ലക്ഷ്മി മേനോൻ ഒളിവിലാണെന്നാണ് വിവരം. ബാനർജി റോഡിലെ വെലോസിറ്റി ബാറിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ക്രിമിനൽ കേസ് പ്രതികളായ മിഥുൻ, അനീഷ്, ആലപ്പുഴ സ്വദേശിനി സോനമോൾ എന്നിവരാണ് ലക്ഷ്മി മേനോന് ഒപ്പമുണ്ടായിരുന്നത്. IT ജീവനക്കാരനായ യുവാവിനൊപ്പമുണ്ടായിരുന്ന യുവതിയോട് സംസാരിച്ചുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമുണ്ടായത്. ഇതിന് പിന്നാലെ സുഹൃത്തുമായി യുവാവ് ബാറിൽ നിന്ന് പോയി. എന്നാൽ ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും ഇവരെ കാറിൽ പിന്തുടർന്നു. നോർത്ത് പാലത്തിന് മുകളിൽ വെച്ച് ഇവരുടെ കാർ വട്ടം വെച്ച് തടഞ്ഞു. തുടർന്ന് റോഡിലിറങ്ങിയ ലക്ഷ്മി മേനോനും കൂട്ടരും യുവാവിന് നേർക്ക് ആക്രോശിച്ചു. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യുവാവിന്റെ കാറിനകത്തേക്ക് തലയിട്ട് ഇവർ ആക്രോശിക്കുന്നത് വീഡിയോയിൽ കാണാം. അതിനുശേഷം യുവാവിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി ഇവർ തങ്ങളുടെ കാറിൽ കയറ്റി കൊണ്ടുപോയി. വാഹനത്തിൽ വെച്ച് ഇയാളെ സംഘം മർദ്ദിച്ചു. അതിനുശേഷം പറവൂർ കവലയിൽ യുവാവിനെ ഇറക്കി വിട്ടു. എറണാകുളം നോർത്ത് പോലീസാണ് 3 പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. മിഥുനും അനീഷും അടിപിടി കേസുകളും സ്വർണം തട്ടിയെടുത്ത കേസിലും പ്രതികളാണ്. കേസെടുത്തതിന് പിന്നാലെ ലക്ഷ്മി മേനോൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് വിവരം. അതേസമയം IT ജീവനക്കാരനായ യുവാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ ലക്ഷ്മി മേനോന് ഒപ്പമുണ്ടായിരുന്ന സോനമോൾ പരാതി നൽകിയിട്ടുണ്ട്. തങ്ങളെ ബിയർ ബോട്ടിൽ ഉപയോഗിച്ച് ആക്രമിച്ചെന്നും കണ്ണിന് പരിക്ക് പറ്റിയെന്നുമാണ് പരാതി. നോർത്ത് പോലീസ് ഇവരുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്.